കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചനായി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പുതിയ ആഴ്ചയുടെ 1-ാം ദിവസം സഭായോഗമായ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാവങ്ങളെ ഏറ്റുകൊണ്ട് പകരക്കാരനായി മരിച്ച് ഹല്ലേലൂയ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ പാപത്തിൻ്റെ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഇപ്പോൾ വിടുവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പകരമായി കർത്താവെ മധ്യസ്ഥനായി പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്ന നല്ല കർത്താവിനെ ഇന്ന് രാവിലെയും വാഴ്ത്തുവാൻ, സ്തുതിപ്പാൻ, അങ്ങേ ഓർക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, ഏറ്റവും വലിയ നാമമായ എല്ലാ നാമത്തിനും മേലായ നാമമായ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കൃപ ചെയ്തതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാവിലെയും ഏകാഗ്രതയോട് തിരുസന്നിധിയിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തുമാറാകണമേ. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ ആത്മാഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ, അങ്ങ് ആരാണെന്നുള്ള ബോധ്യം ഞങ്ങളിൽ വർദ്ധിപ്പാൻ, അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളിൽ വർദ്ധിപ്പാൻ ഇന്ന് രാവിലെയും കൃപ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉപേക്ഷിക്കുന്നു കർത്താവേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നാട്ടിലായിരിക്കും ഞങ്ങളുടെ ദാസനും ദാസിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരുന്ന കർത്താവേ, ചന്ദ്രങ്ങളിൽ മേരി ആൻറ്റിയെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ആരോഗ്യത്തോടും ബലത്തോടും ഞങ്ങളുടെ മധ്യത്തിൽ ആമേൻ ആയിരിക്കാൻ അവർക്കും കൃപ ചെയ്ത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം, ഞങ്ങളുടെ പ്രിയമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങയുടെ അതിവേഗമോടുന്ന വചനമയച്ചുള്ള സൗഖ്യം അവരുടെ ശരീരങ്ങൾ പേര് അനുഭവിച്ചറിയാൻ കർത്താവിടെ ആക്കണമേ. പ്രതികൂലത്തിന് മധ്യത്തിലായിരിക്കുന്ന, ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, ജയിലുകളിലും മറ്റുമായിരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിനായി നന്ദി പറയുന്നു കർത്താവേ. പൂർണ്ണ ശക്തിയോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ സ്നേഹത്തോടും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാവിലെയും കൃപ ചെയ്താട്ട് അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനകളുണ്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ കർത്താവേ. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരാഴ്ചയുടെ 1-ാം ദിവസം കൂടെ കാണുവാൻ അവിടുന്ന് നമ്മെ അനുവദിച്ചു. ഇന്ന് രാവിലെ നാം കടന്നു വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടുത്തെ നാമത്തെ ഉയർത്തുവാനാണ്. അങ്ങനെ ആംഗ്ല ഏകാഗ്രതയോട് ദൈവസ്ഥനിൽ നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 98-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 98, 98-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ. സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിന് വസിക്കുന്നവരും മുഴങ്ങട്ടെ. ചേർന്ന് വായിക്കാം. പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ, പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. 1-ാം വാക്യത്തിലുള്ള ആഹ്വാനം, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ. അതിൻ്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ എന്ത് അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്? അവിടെ പറയുന്നത് അവൻ്റെ വലങ്കൈ അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അവൻ്റെ വലങ്കൈ അവൻ്റെ വിശുദ്ധ ഭുജം ആരാണെന്ന് അറിയാമോ? നമ്മുടെ രക്ഷകനായ കർത്താവാണ്. ഹല്ലേലൂയ. പാപത്തിന്മേൽ ശാപത്തിന്മേൽ നിത്യമരണത്തിന്മേൽ ജയം നേടിയ വിശുദ്ധ ഭുജം നമ്മുടെ രക്ഷകനായ കർത്താവാണ്. ഹല്ലേലൂയ. 2-ാം വാക്യം, അവൻ തന്നെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക അവന്റെ നീതിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം അറച്ചും വരച്ചും ദൂരത്തും ഇരുന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ അകന്നിരുന്നപ്പോൾ നീതിമാനായ ദൈവത്തോട് അടുപ്പിക്കുവാൻ നമുക്ക് പകരമായി യാഗമായി തീർന്ന ആ രക്ഷകനെ ഇന്ന് രാവിലെ ഉയർത്തുന്നതിലൂടെ നാമം വിളിച്ചു പറയുന്നത് ദൈവത്തിന്റെ നീതിയെയാണ് നാം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. പകൽക്കാലം അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയ ആ സ്നേഹം,
ഞാൻ നിന്നെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഒന്നുമില്ലായ്മയെന്ന് എന്നെ ഉയർത്തിയ ആ സ്നേഹം ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്നുടെ ഛായയിൽ എന്നെ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ച നിന്റെ ആ സ്നേഹം, പുത്രനെ തന്ന് രക്ഷിച്ച സ്നേഹം. ഒരു നിമിഷം ധ്യാനത്തോടെ ഈ ഗാനം പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നിൻ മഹാകൃപയ്ക്കായി ഞാൻ എന്നും അങ്ങേ സ്തുതിക്കും. ഹല്ലേലൂയ. ധ്യാനത്തോടെ ഈ ഗാനം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ Praise the Lord. Hallelujah. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. ഈ ലോകത്തിൽ വന്നേശു എന്നെ മാലോഴിപ്പാൻ സഹിച്ചുവെന്നു. പീഡകൾ സങ്കടങ്ങൾ പറ്റ ആളുകൾ നീചമാരണമോ. നിൻ മഹാകൃപയ്ക്കായി ഹല്ലേലൂയ. അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഉന്നതൻ ഉയർന്നിരിക്കുന്നവൻ അങ്ങയെ പോലെ മറ്റൊരു ദൈവമല്ല. ഹല്ലേലൂയ. കൃപയ്ക്കായി അങ്ങയെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവ്വത്തിൽ Hallelujah. Yes, Lord. We praise you, Lord. കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ Hallelujah. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നാശമില്ലാത്ത അവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയോ. നീതിയിൽ വാഴമൂടിയതോ. നന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കൂ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ Hallelujah. We thank you, Lord. We praise you. We praise you. We praise you. We praise you. അങ്ങേ ആരാധിക്കുന്ന നാമത്തെ മഹത്വപ്പെടുത്തുന്നു. Hallelujah. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. മോചനം വീണ്ടും ജനനവും നീചപാപി എന്നിൽ വസിപ്പാൻ
സ്നേഹത്തെ ഓർത്ത് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മോചനവും വീണ്ടും ജനനവും നീച പാപിയായിരുന്ന നമ്മുടെ മേൽ ചൊരിയുവാൻ അവന്റെ പുത്രനെ ദാനമായി നൽകി തന്ന് പുത്രന്റെ നീതിയാൽ നമ്മെ നീതീകരിച്ചതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. We praise you, Lord. We praise you, Lord. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Praise you, praise you, praise you, praise you, praise you, praise you. ഈ ലോകത്തിൽ വന്ന യേശുവന്റെ പാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ, സങ്കടങ്ങൾ, ഭംഗപ്പാടുകൾ, നീചമരണം നമുക്ക് പകരമായി അവൻ സഹിച്ച് അവന്റെ നീതി നമ്മുടെ മേൽ ഉടുപ്പിച്ച് നീതീകരിക്കപ്പെട്ടവരായ ദൈവസന്നിധിയിലായിരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ രാവിലെ നന്ദിയോട് ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാറാഫുകൾ, ദൂതന്മാർ കർത്താവിനെ വാഴ്ത്തി പാടുമ്പോൾ രാവിലെ ആ രക്ഷയെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ലഭിച്ച നമുക്ക് നന്നായി ഭാഗ്യപദവിയെ ഓർത്ത് ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സർവ്വലോക സൃഷ്ടിതാവേ, സർവത്തിനും നാഥ, സർവ്വ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ. ഞങ്ങളും വാഴ്ത്തുന്നു, നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു, ഞങ്ങൾ കീർത്തിക്കുന്നു, ഘോഷത്തോടെ, ബഹുഘോഷത്തോടെ ഞങ്ങളുടെ നാമത്തെ ഘോഷിക്കുന്നു. ഹല്ലേലൂയ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു, ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു, ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. സർവ്വലോക സൃഷ്ടിതാവി, സർവ്വത്തിനും നാഥ, സർവ്വലോക സൃഷ്ടിതാവി, സർവ്വത്തിനും നാഥ, സർവ്വ സൃഷ്ടികളും വാഴ്ത്തി വർദ്ധിക്കും മഹേശ, സർവ്വ
hallelujah, hallelujah, hallelujah. We praise you, Lord. We worship you, Lord. Hallelujah. നന്ദിയോടടിയാൻ കീർത്തിക്കുന്നു, ഘോഷിക്കുന്നു അതുമോദമോടെ. കീർത്തിക്കുന്നു, ഘോഷിക്കുന്നു അതുമോദമോടെ. കീർത്തിക്കുന്നു, ഘോഷിക്കുന്നു അതുമോദമോടെ. കീർത്തിക്കുന്നു, ഘോഷിക്കുന്നു, കീർത്തിക്കുന്നു, ഘോഷിക്കുന്നു അതുമോദമോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വലോകത്തിന്റെ രക്ഷിതാവായ, സകലത്തിന്റെ നാഥനായ, പരമാധികാരിയായ, ഉന്നതനായ, ഉയർന്നിരിക്കുന്നവനായ ഈ നല്ല കർത്താവിനെ നമുക്ക് വാഴ്ത്താം, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, നന്ദിയോട്, നന്ദിയോട്, നന്ദിയോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Lord. We worship you, Lord. Hallelujah. Praise you, Lord. Praise you, Lord. Hallelujah, 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 hallelujah. എണ്ണമില്ലാ ദൂതർ സംഘം വാഴ്ത്തുന്ന ദേവനെ, ഇന്ന് രാവിലെയും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ലഭിച്ചവരാണ് നാം, കൃപ ലഭിച്ചവരാണ് നാം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. We praise you, we praise you, we praise you, we praise you, we praise you. Thank you, Lord. Thank you, Lord. Thank you, Lord. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ആരാധന മനോഭാവത്തോടെ നാം തുടരുമ്പോൾ, തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ജോസ് പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രഭാതത്തിൽ വീണ്ടും അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ജീവനുള്ള ദൈവത്തെ, ഹല്ലേലൂയ, ആമേ, ഉയർത്തെഴുന്നേറ്റവനായ, ഹല്ലേലൂയ, സ്വർഗത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നവനായ കർത്താവ്, ഹല്ലേലൂയ, വീണ്ടും വരാമെന്ന് പറഞ്ഞ കർത്താവ്, ആമേ, രണ്ടോ മൂന്നോ പേർ നടുവിൽ, ആമേ, ആരാധിക്കുന്നവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, അടിയങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഒരു പരിശ്രമം കൂടെ കർത്താവ് അടിയങ്ങൾക്ക് ഭാഗ്യൊരുക്കിനായി സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ച കൂടി ഒരാഴ്ചയും ആരോഗ്യം കർത്താവ് നൽകി തന്ന ദൈവത്തിന് സ്തോത്രം. ആമേ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി, നടത്തിയ വഴികളൊക്കായി, ആമേ, അടിയങ്ങളായിരുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ പരിപാലനം ഉണ്ടായിരുന്നു. അവിടുത്തെ സൂക്ഷിപ്പുണ്ടായിരുന്നു. ആമേ, അടിയങ്ങൾക്ക് ആവശ്യമായ ഭക്തിക്കും ജീവനും ആവശ്യമായ എല്ലാം നൽകി തന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൂമിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതുതായി കടന്നു വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വരുവാൻ കഴിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേ, ഹല്ലേലൂയ, ആമേ. കർത്താവേ, ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നവരെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങളെ നൽകി കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണമേ. പുതിയ നല്ല സാക്ഷ്യങ്ങളെ, ആമേ, ഹല്ലേലൂയ, നൽകി തരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങളെ ദാസനെ കൂടെ കേൾപ്പിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, എല്ലാവരെയും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ആമേ, വചനം അയച്ച് പിടിപ്പിക്കേണ്ടതിനായി, സൗഖ്യമാക്കേണ്ടതിനായി ദൈവത്തിന്റെ കരം അടിയുടെ മധ്യേ, സഭയുടെ മധ്യേ, ആമേ, ഉലാവിക്കൊണ്ടിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. മാനവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ തന്നെ നാമത്തിനെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. Praise the Lord. Now is the time for the little ones to come forward and say their memory verses. Light of the world, you stand
verse 4. He is the rock, his work is perfect, his ways are justice. A God of truth without injustice, righteous and upright is he. 2 Timothy 2 verse 15. Be diligent to present yourself approved to God, a worker who does not need to be ashamed, rightly dividing the word of truth. Hebrews 4:12. For the word of God is living and powerful, and sharper than any two-edged sword, piercing even to the division of soul and spirit, and of joints and marrow, and is the discerner of the thoughts and intents of the heart. Romans 10 verse 13. For whoever trusts in the Lord shall be saved. Lord, give me your unfailing love that you promised me. Romans 10 verse 13. For whoever calls on the name of the Lord shall be saved. John 13, verse 34 and 35. A new command I give you, love one another. As I have loved you, so you must love one another. By this everyone will know that you are my disciples if you love one another. Do your best to present yourselves to God as one approved, a worker who does not need to be ashamed. For 2 Timothy 2, verse 15. 1 Corinthians chapter 3, verse 18. But let no man deceive himself. If any man thinks he is wise in this age, he must become foolish, then for him to become wise. For these, having obtained a good testimony through faith, did not receive the promise. For God, having provided something better for us, that they should not be made perfect apart from us. Hebrews 39 and 40. John 13, verse 34 and 35. A new command I give you, love one another. As I have loved you, so you must love one another. By this, everyone will know that you are my disciples if you love one another. നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദാനമായി അവിടുത്തെ സന്നിധിയിൽ നിന്ന് ലഭിച്ച കുഞ്ഞുങ്ങൾ ഈ വക്രതയും കോട്ടമുള്ള തലമുറ മധ്യത്തിലവരായിരിക്കുമ്പോൾ ദൈവകൃപയുടെ മറവിൽ അവരെ കർത്താവ് മറയ്ക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇത്രത്തോളം അവരെ ബലപ്പെടുത്തി, അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാത്തിലുപരിയായി കർത്താവിൻ്റെ സാക്ഷികളായി അവർ നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, നൽകി തന്ന നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. സകലതും അങ്ങയുടെ കരത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അങ്ങയുടെ ഭക്തിയിലും അങ്ങയുടെ വചനത്തിനും അടിസ്ഥാനപ്പെടുത്തി വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവരെ കാഴ്ചവെപ്പാൻ ഞങ്ങളെ കൃപ ചെയ്യണമേ. അവർ പഠിച്ചിരിക്കുന്ന വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമാക്കണമേ. അങ്ങയുടെ സാക്ഷികളായ ഈ വക്രതയും കോട്ടവുമുള്ള തലോൺമതിൽ അങ്ങ് നിർത്തണമേ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി അപ്രകാരം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അങ്ങ് ചെയ്തിരിക്കാൻ നന്ദി, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ഞായർ പകലൂടെ കടന്നു വരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനേകർ പുതുതായി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രിയ ബ്ലസ്സിനും ഗ്ലോറിയും അവർക്ക് ദൈവം ദാനമായി കൊടുത്ത പ്രിയ പൈതലുമൊത്ത് കുഞ്ഞുണ്ടോ? കുഞ്ഞുമൊത്ത് കടന്നു വരുവാൻ. കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചത് ഭവനത്തിലാണോ എന്നറിയാൻ വേണ്ടിയാണ്. പേരൻസിൻ്റെ കൂടെ കൂടെ കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പലരുടെയും മുഖം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പാസ്റ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരെയും വന്ദനം പറയുന്നു. അവർക്കും പ്രിയ ദൈവം ദാനമായി കൊടുത്ത പൈതലുമൊത്ത് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എനിക്ക് തോന്നുന്നു ജേസൺ പറഞ്ഞതനുസരിച്ചാണ് ജോബി വന്നിട്ടില്ല. ജോബിയും പൈതലുമൊത്ത് വരുമെന്നാണ് അറിയുന്നത്. കർത്താവ് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കടന്നു പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മെസ്സേജിലേക്ക് കിടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ വീക്കെൻഡിൽ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയറാണ്. വെള്ളി ശനി രാവിലെയും വൈകുന്നേരവും ദൈവസഭയിൽ വെച്ചായിരിക്കും, സഭ ഹാളിൽ വെച്ചായിരിക്കും മീറ്റിങ്ങുകൾ നടത്തപ്പെടുക. ആ മീറ്റിങ്ങിൽ കടന്നു സംബന്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ 30-ാം തീയതിയാണ് മടങ്ങി വരുന്നത്. അവരുടെ യാത്രയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരാഴ്ചയും കൂടെ ഉണ്ട്.
തുടർന്ന് അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ മറവിൽ അവരെ മറച്ചത്തക്ക സമയത്ത് ആരോഗ്യത്തോടും ബലത്തോടും കർത്താവ് മടക്കി കൊണ്ടുവരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾക്ക് അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്നെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശുമേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമൊന്നും ഇരിക്കുന്നു. നിങ്ങൾ തെറ്റിയുടലുന്ന ആടുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. താങ്ക് യു. ഈ അനുഗ്രഹപ്പെട്ട ദൈവവചന ഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ മാത്രമല്ല, ഏതൊരു ദൈവീയ ശുശ്രൂഷയുടെ മുമ്പിൽ ഞാനായിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണാറുണ്ട്. ഈ വചനമെടുത്ത് നിൽപ്പാൻ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന എളിയവനെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഈ ശക്തിയുള്ള വചനത്തെ ദൈവമക്കൾക്ക് ആയി ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഭാഗ്യപദവി ഓർത്ത് ഞാൻ കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഒരു 10 മിനിറ്റ് എടുത്താൽ പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു തരാം. ഓക്കെ, കാരണം ഇന്ന് സമയം ഒരുപാട് പോയി. ഈ പാസേജ് അത് ഒരു വലിയ പാസേജാണ്. വലിയ പാസേജ് എന്ന് പറഞ്ഞാൽ അനവധി ആത്മീയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാസേജ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് കിടക്കാം. ഞാൻ ഈ ഭാഗം അല്ല സംസാരിപ്പാൻ ആദ്യം ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ വൈ ആർ വി സീക്കിംഗ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ എന്തിനാണ് നാം അന്വേഷിക്കുന്നത്, അതിൽ 1-ാമത്തെ ഭാഗം മാത്രമേ നാം ചിന്തിച്ചിരുന്നുള്ളൂ. ദാറ്റ് വി ഷുഡ് റിസീവ് എ കറക്റ്റ് റെവലേഷൻ അബൌട്ട് ഹൂ ക്രൈസ്റ്റ് ഈസ്. കർത്താവ് ആരാണെന്നുള്ള ഒരു ശരിയായ വെളിപ്പാട് നമുക്ക് ആവശ്യമാണ്. 2-ാമത്തെ ഭാഗമാണ് ഇന്ന് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെട്ടത്, ആഗ്രഹിച്ചത്. എ റെവലേഷൻ ഓഫ് വാട്ട് ഹീ ഓഫേഴ്സ്. ക്രിസ്തു എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയിൽ ഈ ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചത്, കാരണം ഇന്നലെ രാവിലെ ഒരു ശുശ്രൂഷയിൽ ഈ ഭാഗമാണ് ഞാൻ സംസാരിച്ചത്. പൊതുവിൽ ഇന്ന് ക്രിസ്തീയ ലോകം ഈസ്റ്റർ അല്ലെങ്കിൽ റിസറക്ഷൻ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ നാം കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുകയും അവൻ നമുക്ക് വേണ്ടി എന്തായിത്തീർന്നെന്നും അവൻ നമുക്ക് നൽകി തന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നും അവിടുന്ന് നമുക്ക് പകരക്കാരനായത് അതിലൂടെ നമുക്ക് ലഭിച്ച ഭാഗ്യപദവി എന്താണെന്നുമൊക്കെയാണ് നാം ധ്യാനിച്ചു വന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേ അല്ല നാം കർത്താവിനെക്കുറിച്ച് ഓർക്കുന്നത്, ആയുസ്സിലുടനീളം നാം കർത്താവിനെ ഓർക്കുന്നവരാണ്. അതുപോലെ തന്നെ ജനനമാണെങ്കിലും മരണമാണെങ്കിലും കർത്താവിൻ്റെ നാം ആയുസ്സിലുടനീളം ഓർക്കുന്നവരാണ്. ഈ പത്രോസിൻ്റെ ലേഖനം നമ്മൾ ചില നാളുകൾക്ക് മുമ്പേ ധ്യാനിച്ചതാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന ജാതികളിൽ നിന്ന് വന്ന ദൈവമക്കൾ അവർ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായ പീഡനമുണ്ടായി. അപ്പോൾ അന്ന് വിവിധ സ്ഥലങ്ങളിലായിരുന്ന പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസിയ, ബിഥുന്യ എന്നിവിടങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന വിശ്വാസികൾക്ക് അനേക ഉപദ്രവമുണ്ടായി. ആ ഉപദ്രവങ്ങളുടെ നടുവിൽ വിശ്വാസത്തിൽ ഉറപ്പോടെ അവരെ നിർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലനായ പത്രോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയ ലേഖനമാണ് 1-ാം ലേഖനം. അതിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചതാണ്. അതിൽ 2-ാം അധ്യായത്തിൻ്റെ അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടുകയുള്ളൂ. ആദ്യത്തെ ആ ഭാഗത്ത് 1-ന്റെ 3 മുതൽ 2-ന്റെ 10 വരെ
നാം ഒരു വിശ്വാസി എന്ന നമ്മുടെ സ്ഥാനവും ആ വിശ്വാസി എന്ന സ്ഥാനത്ത് നാം നിൽക്കുമ്പോൾ നമ്മുടെ കോണ്ടക്റ്റും മാത്രമല്ല നമ്മുടെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് അതാണ് പറയുന്നത്. എന്നാൽ 2:11 മുതൽ 4:6 വരെയുള്ള ഭാഗങ്ങളിൽ വിശ്വാസിയുടെ വിവിധ തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ബിലീവേഴ്സ് റിലേഷൻഷിപ്പ് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ ധ്യാനിച്ചതാണ്. 2:11-12 നാം ലോകത്തോടെ എങ്ങനെയായിരിക്കണം, 13 മുതൽ 17 വരെ നമ്മുടെ മേലാക്കി വെച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനോട് നാം എങ്ങനെയായിരിക്കണം, 18 മുതൽ 25 വരെ നാം ആക്കിയിരിക്കുന്ന എംപ്ലോയി റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, 3:1 മുതൽ 6 വരെ ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനോട് ആ ബന്ധം എങ്ങനെയായിരിക്കണം, 7-ാം വാക്യത്തിൽ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, 8-ാം വാക്യത്തിൽ 3:8 ഒരു കൂട്ടു സഹോദരൻ എന്ന നിലവാരത്തിൽ കൂട്ടായ്മയിൽ എങ്ങനെയായിരിക്കണം, 3:9 മുതൽ 4:6 വരെ പെർസിക്യൂഷൻ്റെ നടുവിൽ നാം എങ്ങനെയായിരിക്കണം. ഇതാണ് വ്യക്തമായി അപ്പോസ്തലനായ പത്രോസ് ഡീറ്റെയിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സമൂഹം ഈ ദിവസം കർത്താവിൻ്റെ ഉയർപ്പിനെ ഓർമ്മിപ്പിക്കുമ്പോൾ, കർത്താവ് ഉയർത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ സഫറിംഗ് ഉണ്ട്, കർത്താവിൻ്റെ മരണമുണ്ട്, കർത്താവിൻ്റെ അടക്കമുണ്ട്. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ മാത്രമേ ഉയർപ്പിൻ്റെ പ്രാധാന്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നിന്ന് കർത്താവിൻ്റെ സഫറിങ്ങിനെ പറ്റി ചിന്തിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെട്ടത്. ബിക്കോസ് ദിസ് ആൻ എക്സാമ്പിൾ ഫോർ അസ്. ഇത് നമുക്കൊരു മാതൃകയാണ്. ഇവിടെ ഈ 18 മുതൽ 20-ാം വാക്യം വരെ ഈ വിവിധ സ്ഥലങ്ങളിൽ പീഡനത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നവർ അവർ ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ ഒരു യജമാനൻ്റെ കീഴിലാണ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ. നമ്മളിപ്പോൾ അങ്ങനെ യജമാന അടിമ ബന്ധമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ എംപ്ലോയി റിലേഷൻഷിപ്പാണ്. പക്ഷേ ദൈവവചനത്തിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കാത്തതായ ഒരു ഉത്തരവുമില്ല. നാം ഈ ലോകജീവിത യാത്രയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഇവിടെ മലയാളത്തിൽ വേലക്കാർ, യജമാനന്മാർ എന്നൊക്കെ 2 പദം ഇവിടെ കാണുന്നുവെങ്കിൽ ഇംഗ്ലീഷിൽ സെർവൻസ് ആൻഡ് മാസ്റ്റേഴ്സ്. അന്നത്തെ ആ സോഷ്യൽ സ്ട്രക്ചറിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അന്ന് അടിമ, ഉടമ അല്ലെങ്കിൽ യജമാന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നും ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ അത് കണ്ടെന്നിരിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അധികാരങ്ങൾ, അത് ജോലി സ്ഥലത്താണെങ്കിലും, അത് ഗവൺമെൻറ്റിനോട് ബന്ധത്തിലാണെങ്കിലും, ഒരു ഭവനത്തിലാണെങ്കിലും, ദൈവം വെച്ചിരിക്കുന്നതാണ്, സഭയിലാണെങ്കിലും ദൈവം വെച്ചിരിക്കുന്നതാണ്. ആ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഒരു ദൈവ പൈതലായതുകൊണ്ട് എല്ലായിടങ്ങളിലും മുൻഗണന നമുക്ക് ലഭിക്കണം നിർബന്ധമില്ല. അങ്ങനെ വിചാരിക്കരുത്. അത് ഭൗതികമാണെങ്കിലും, കൾച്ചറലി ആണെങ്കിലും, സോഷ്യലി ആണെങ്കിലും, എക്കണോമിക്കലി ആണെങ്കിലും എല്ലായിടത്തും നമ്മൾ ഫസ്റ്റാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതാണ് അവരെ കുറിച്ചാണ് പറയുന്നത് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എന്ന് അവരെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല അവരുടെ ജീവിതം നോക്കുമ്പോൾ അവർ ഫസ്റ്റാണ് താനും, കാരണം അവർ ആർജിച്ചെടുത്തതാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ അങ്ങനെയല്ല സ്വാഭാവികമായി ദൈവം നടത്തുന്നത്. നാം ദൈവ പൈതലായതുകൊണ്ട് നമുക്ക് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് വർദ്ധിക്കുന്നില്ല മറ്റുള്ളവരെക്കാളിലും. എന്നാൽ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയായിരിക്കാം സംഭവിക്കുന്നത്. നാം ഒരു ദൈവ പൈതലായതുകൊണ്ട് സമൂഹത്തിൽ ഒരു പക്ഷെങ്കിൽ നമുക്കെതിരെ പീഡനമായിരിക്കും വർദ്ധിക്കുന്നത്. നമ്മെ സമൂഹം ഒരു പക്ഷേ വെറുക്കുകയായിരിക്കും ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്, ലോകം നിങ്ങളെ പകയ്ക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കർത്താവിനെയാണ് നാം പിന്തുടരുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് അത്ഭുതപ്പെടരുത്, കാരണം ഇത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലായതുകൊണ്ട് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിന് വ്യത്യാസം വരുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം വ്യത്യാസം വരും, നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരും. നാം കാര്യങ്ങളെ നേരിടുന്ന ആ രീതിക്ക് വ്യത്യാസം വരും, നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. കാരണം നാം ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് നമ്മളെയല്ല, വി റെപ്രസെന്റ് ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. സോ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അവർ സുപ്പീരിയർ ചേഞ്ചസ്. അവിടെ മറ്റൊരു പദം പറഞ്ഞിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം. ആ മനോബോധം നിമിത്തമാണ് നമ്മുടെ മനോഭാവം മാറുന്നത്. ഓക്കെ, അപ്പോൾ ജോലിയിലോ അല്ലെങ്കിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിലോ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ മുകളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങൾ
അവർ നല്ലവരായിക്കൊള്ളട്ടെ, ശാന്തന്മാരായിക്കൊള്ളട്ടെ, മൂർഖന്മാരായിക്കൊള്ളട്ടെ, അവരെ മുമ്പിലെല്ലാം ക്രിസ്തു നിമിത്തം കീഴടങ്ങുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ഞാനൊരു എക്സ്പ്ലനേഷൻ കൂടാതെ അവിടെ തന്നെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ബിക്കോസ് വി റെപ്രസെന്റ് ക്രൈസ്റ്റ്. റിബല്യസ് നേച്ചർ ഒരു ക്രിസ്തു ശിഷ്യനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നില്ല. ഖൊറാവ ചെയ്യാനോ സമരം ഇരിക്കാനോ സത്യാഗ്രഹം ഇരിക്കാനോ ഒന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ പ്രതി, ദൈവത്തോടുള്ള മനോബോധം നിമിത്തം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് നാം വി റെപ്രസെന്റ് ക്രൈസ്റ്റ്. മുന്നോട്ട് പോകുമ്പോൾ ഒരു വിശ്വാസിയുടെ കോണ്ടക്ട്, ആ കോണ്ടക്ട് നയിക്കപ്പെടുന്നത് ഇമോഷനല്ല. നമ്മുടെ ഇമോഷൻ അനുസരിച്ച് നമ്മുടെ കോണ്ടക്ട്, അതായത് മറ്റുള്ളവരോടുള്ള ഇടപെടൽ നയിക്കപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമുക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അഗൈൻ വി റെപ്രസെന്റ് ക്രൈസ്റ്റ്. നമുക്ക് മുമ്പിൽ ഒരു മാതൃകയുണ്ട്, അതിലേക്കാണ് നാം വരുന്നത്. ആ മാതൃക ക്രിസ്തുവാണ്. ആ മാതൃക ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. എനി സൊസൈറ്റി എടുത്തോ, അവിടെ ഒരു സോഷ്യൽ സ്ട്രാറ്റ, ഒരു ഇതുണ്ടാവും, നിലവാരം ഉണ്ടാവും. താഴേക്കടകളുണ്ട്, മിഡിൽ ഇൻകം ഗ്രൂപ്പുണ്ട്, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്, അവിടെയെല്ലാം അതോറിറ്റി ഉണ്ട്. എന്നാൽ ആ അതോറിറ്റിയോടെ എങ്ങനെയാണ് നാം പ്രതികരിക്കേണ്ടത്? ഇവിടെ പറയുന്നത് 19-ാം വാക്യത്തിൽ, ഒരുത്തൻ വായിച്ചാട്ടെ, ദൈവത്തെ കുറിച്ചുള്ള അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തും ഒന്ന് ചിന്തിച്ചാൽ മതി. അന്യായമായ കഷ്ടതകൾ. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ചിലർ എന്നെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതായത് അർഹിക്കുന്നതല്ല. അത് താഴെ പറയുന്നുണ്ട്, നമ്മൾ ഒരു കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നതാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമല്ല. അത് കഷ്ടതയൊന്നും പറയാൻ പറ്റില്ല, അത് സഫറിംഗ് ഒന്നും പറയാൻ, ക്രിസ്തുവിൻ്റെ നാമ നിമിത്തമൊന്നുമല്ല, അത് ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. പക്ഷെ അല്ലാതെ അൺഡ്യൂ ആയിട്ടുള്ള, അതായത് അർഹതപ്പെട്ടിട്ടല്ലാത്ത, നീതി ചെയ്തിട്ടും അതിനെതിരെ സഫറിംഗ് ആയിട്ട് അതിൻ്റെ ഫലം വരുമ്പോൾ നാം പ്രതികരിക്കേണ്ടത് ഏത് വിധത്തിലാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. When we suffer unjustly, we win God's approval. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്നും ആ ദൈവം നീതിമാനാണെന്നും അവിടുന്ന് ദീർഘക്ഷമയോട് എന്നെ സഹിക്കുന്നത് പോലെ എൻ്റെ പ്രതിയോഗിയെയും ദൈവം സഹിക്കുകയാണെന്നുള്ള മനോബോധം. നാം പറയുമ്പോൾ നമ്മുടെ ഭാഗം മാത്രമേ നാം കാണത്തുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാവരും ഒന്നും നാം ഓർക്കുക. അവൻ എന്നെ സഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും ദൈവം സഹിക്കുന്നു. പക്ഷേ ആ സഹനത്തിനൊരു അന്ത്യമുണ്ട്. ദീർഘക്ഷമയോടുകൂടി ഇരുന്നാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതാണ് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വിധവ തൻ്റെ വിഷയത്തിന് പ്രതിക്രിയ ചെയ്ത് അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ന്യായാധിപൻ്റെ അടുത്തേക്ക് പോയി. ആ ന്യായാധിപനാണെങ്കിൽ മനുഷ്യനെ ശങ്കയുമില്ല, ദൈവത്തെ ഭയവുമില്ല. ഇങ്ങനെ ഒരു ന്യായാധിപൻ്റെ, ഇന്നുള്ള ചില ന്യായാധിപന്മാരുടെ കൂട്ടാണ്. അവരെല്ലാം ആക്ടിവിസ്റ്റാണ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുകയല്ല, എഴുതപ്പെട്ട ലോ അപ്ലൈ ചെയ്യുകയല്ല, പക്ഷേ അവരുടെ രീതി അനുസരിച്ചാണ് അവർ വിധിക്കുന്നത്. ഈ സഹോദരി, ഈ വിധവ ഈ ന്യായാധിപൻ്റെ അരികിൽ തുടർച്ചയായി ചെന്നിട്ടും ന്യായം കിട്ടാതെ ഇരിക്കുമ്പോൾ അവസാനം ആ മനുഷ്യൻ വരെ എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ ഇനി എഴുന്നേറ്റ് ന്യായം കൊടുക്കാൻ പോവാ, കാരണം ഒടുവിൽ അല്ലെങ്കിൽ അവൾ വന്ന് എൻ്റെ മുഖത്തടിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഭീഷണിയുടെ മുമ്പിലല്ല നീതി നടത്തുന്നത്. അവൻ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും വേഗത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. അതാണ് ലൂക്കോസ് 18-ൽ നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെല്ലാം അത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗങ്ങളാണ്. നാം ജീവിതത്തിൽ ഏത് സഫറിങ്ങിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും
It is all part of the sanctification process that God allows in our life. നാം കടന്നു പോകുന്ന ഏത് അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. എന്താണ് വിശുദ്ധീകരണം? നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയോടുള്ള ബന്ധത്തിലാണ് വിശുദ്ധീകരണം എന്നുള്ള ആ വിഷയം നാം മനസ്സിലാക്കേണ്ടത്. നമ്മെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? റോമാലേഖനം 8-ാം 29-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നില്ല. ആത്യന്തികമായി അവൻ്റെ പുത്രനെ പോലെ എൻ്റെ ഈ മകനെ ആക്കി തീർക്കണം. അങ്ങനെ വരുമ്പോൾ ആ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമല്ലാത്ത എല്ലാ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറേണ്ടതിന് പല വിധത്തിലുള്ള അനുഭവങ്ങളോട് ദൈവം നമ്മെ കടത്തിവിടും. അതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ നാം പ്രതീക്ഷിക്കാത്ത ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മരണമായിരിക്കാം, അല്ലെങ്കിൽ കണ്ണുനീർ താഴ്വരയായിരിക്കാം. ഏതവസ്ഥയാണെങ്കിലും അതിൻ്റെ നടുവിൽ ഒരു ഭക്തന് തിരിച്ചറിയുവാൻ കഴിയും, ഇതെന്നെ ദൈവം കൈവിട്ടതല്ല, ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരമാണുള്ളത്. അവൻ്റെ കരത്തിൻ്റെ മുകളിലാണ് ഞാൻ ആയിരിക്കുന്നത്, ആ കരത്തിൻ്റെ ചലനമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാകുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. വിശുദ്ധീകരണം പല വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിലുള്ള പാപത്തോടുള്ള സ്ട്രഗിൾ അത് വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. കുടുംബജീവിതത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ അനുയോജ്യമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം. സഭാജീവിതവും വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. സാമൂഹ്യ ജീവിതം വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയെല്ലാം നാം കടന്നു പോകുന്ന ദൈവഹിത പ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ നാം ക്രിസ്തുവിനോട് അനുരൂപരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തു കഴിഞ്ഞാൽ മതി, പാപത്തോടുള്ള സ്ട്രഗിൾ, അവിടെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തോട് എന്നുള്ളതാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിലുള്ള സ്ട്രഗിളുകൾ ഇതൊന്നും യാദൃച്ഛികമല്ല, ഇതും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയാണ്. സഭാജീവിതത്തിലുള്ളത്, സാമൂഹ്യ ജീവിതത്തിലുള്ളത്, ജോലിയോടുള്ള ബന്ധത്തിലുള്ളത്, എല്ലാ സഫറിങ്ങും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോട് അവനെ അനുരൂപമാക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു പാത്വേ മാത്രമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നാം ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്, വരുവാനുള്ളതിന് വേണ്ടിയാണ് നാം ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്. നാം ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ ആശ വെച്ചാൽ നമ്മെ പോലെ അരിഷ്ടർ മറ്റാരുമില്ല. നാം വരുവാനുള്ളതിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവഹിതപ്രകാരമുള്ള തിക്താനുഭവങ്ങൾക്കാണ് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചിട്ട് അനുഭവിക്കുന്ന സഫറിങ് അത് ദൈവഹിതപ്രകാരമല്ല. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള തിക്താനുഭവങ്ങൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് അവിടത്തേക്ക് പ്രസാദമാണ്. ആമേൻ. ഇനി നമുക്ക് ആ മെയിൻ വാക്യങ്ങളിലേക്ക് വരാം. 21-ാം വാക്യം. വായിച്ചോട്ടെ. താങ്ക് യു. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനായിട്ടല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത്. You have been called for this purpose. Which purpose? ഏതാ പർപ്പസ്? അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയി. You have been called for this purpose. What is the purpose? It says here, Christ sins. അതുകൊണ്ട് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് കൊണ്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. Since Christ also suffered for you, leaving you an example for you to follow in his steps. കർത്താവിനോട് അനുരൂപമാകാൻ മുന്നേപ്പിച്ചിരിക്കുന്ന നമ്മുടെ ആ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നത് നമ്മുടെ വഴികളിലൂടെയല്ല, കർത്താവിൻ്റെ വഴികളിലൂടെയാണ്. കർത്താവ് പോയ പാതകളിലൂടെ പോയെങ്കിൽ മാത്രമേ അവനോട് അനുരൂപമായി മാറുവാൻ കഴിയുള്ളൂ. Because we have been predestined to become conformed to the image of his son. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാകാൻ വേണ്ടി നമ്മെ മുൻ നിർണയിച്ചിരിക്കുക. So Jesus is our example. യേശുവാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, യേശുവാണ് നമ്മുടെ മാതൃക. There is no human examples that we can copy because all of them are flawed. ഒരു മനുഷ്യ മാതൃകകളും നമ്മുടെ മുമ്പിലില്ല, കാരണം എല്ലാവരും കുറവുള്ളവരാണ്.
എന്നാൽ പൂർണ്ണനായവൻ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ജേസൺ ബ്രദറോട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാ, ക്രിസ്തു ആരാണ്? അവൻ പൂർണ്ണനാണ്, അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്. അദൃശ്യനായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവം തന്നെ ആയിരിക്കുന്നവൻ, പൂർണ്ണനായവൻ, തെറ്റുപറ്റാത്തവൻ, മാറ്റമില്ലാത്തവൻ, ആൽഫയും ഒമേഗമായിരിക്കുന്നവൻ, ആദിയും അന്തമായിരിക്കുന്നവൻ, അവനാണ് നമ്മുടെ മാതൃക. ക്രൈസ്റ്റ് ഈസ് അവർ എക്സാമ്പിൾ. അതവിടെ പറയുന്ന 21-ാം വാക്യത്തിൽ, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയി. പഴയ നിയമത്തിലൊക്കെ നോക്കിയ ഒരുപാട് ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. ദാവീദാണെങ്കിലും ദാനിയേലാണെങ്കിലും അബ്രഹാം ആണെങ്കിലും യോബ് ആണെങ്കിലും യെശയ്യാ മുഖാന്തരം മുതലായ മഹാപ്രവാചകന്മാരാണെങ്കിലും അവർ ഭക്തന്മാരാണെങ്കിലും അവരുടെ എല്ലാം ജീവിതത്തിൽ ഫ്ലോസ് ഉണ്ട്. ദാവീദിനെ നോക്കിയാലും മറ്റു ഭക്തന്മാരെ നോക്കിയാലും ഒക്കെ കുറവുകൾ കണ്ടുപിടിക്കാം. എന്നാൽ ചില മോറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എക്സാമ്പിളായിട്ട് അവരെ എടുക്കാമെങ്കിലും എല്ലാ കാര്യങ്ങളിലും എക്സാമ്പിളായിട്ട് അവരെ എടുക്കാൻ സാധിക്കില്ല. എന്നാൽ എല്ലാറ്റിലും എക്സാമ്പിൾ ആയിരിക്കുന്നവൻ ഒരുവൻ മാത്രമാ, അത് നാം സേവിക്കുന്ന ക്രിസ്തുവ. ജീസസ് ഈസ് അവർ എക്സാമ്പിൾ. നമ്മുടെ ജീവിതം കുറവില്ലാത്ത അവസ്ഥയിലേക്കുള്ള യാത്രയിലാണ്. നാം നീതീകരിക്കപ്പെട്ടപ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ചു. വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് അനുദിനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നേക്കുമുള്ള വിടുതൽ നമുക്ക് ലഭിക്കും. അവിടെയാണ് നമുക്ക് മഹത്വീകരണം, ഗ്ലോറിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതം കുറവില്ലാത്ത അവസ്ഥയിലേക്കുള്ള യാത്രയിലാണ്. മനുഷ്യൻ നോക്കുമ്പോൾ എന്തെങ്കിലും കുറവ് നമ്മിൽ കണ്ടേക്കാം, സാരമില്ല, നാം കുറവില്ലാത്തൊരവസ്ഥയിലേക്കുള്ള യാത്രയിലാണ്. Now, when we are treated unjustly and when we bore it so patiently, we reflect Christ. നാം ക്രിസ്തുവിനെ പ്രതികരിക്കുകയാണ്. ഇവിടെ മാതൃക എന്നുള്ള പദത്തിൻ്റെ മൂലപദം ഗ്രീക്കിലുള്ളത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പകർത്തേണ്ട ഒരു എഴുത്ത് പോലെ, അതായത് എ റൈറ്റിംഗ് ടു ബി കോപ്പീഡ്. ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. അവൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ യോഹന്നാൻ്റെ ലേഖനം, സുവിശേഷം, നാട്ടിലിപ്പം ബൈബിൾ വരെ കച്ചവടമാക്കിയ ഒരു സമയത്ത് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ ഗിദയോൻസൊക്കെ ഫ്രീ ബൈബിളുകൾ കൊടുക്കുമായിരുന്നു. ബൈബിൾ സൊസൈറ്റി ഫ്രീ ബൈബിളുകൾ കൊടുക്കുമായിരുന്നു. ഇപ്പോഴത് അവർ കുറച്ചു. കാരണം ഈ ബൈബിൾ മേടിച്ച് അതിൻ്റെ പുറംചട്ട വലിച്ചു കീറി കളഞ്ഞിട്ട് അവനവൻ്റെ പേര് വെച്ച് ദാനിയേൽ ബൈബിൾ, ശോശാമ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇറക്കിയേക്കുക, എന്നിട്ട് വിൽക്കുക. അപ്പോൾ അവരത് ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ സുവിശേഷീകരണത്തിന് വേണ്ടി ഫ്രീ ആയിട്ട് ബൈബിൾ കൊടുക്കാൻ ഇപ്പോൾ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷമെങ്കിലും നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ അത് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഇത് ബൈബിളാണ്, ട്രാക്റ്റല്ല. ഒരു വള്ളിയോ പുള്ളിയോ മാറിയ അർത്ഥം പോകും. അപ്പോൾ അതുകൊണ്ട് പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. എല്ലാ പ്രൂഫ് റീഡിങ്ങിലും എന്ത് സംഭവിക്കും? ഓരോ തെറ്റുകൾ കണ്ടുപിടിക്കുകയാണ്. ട്രാക്റ്റ് പ്രൂഫ് റീഡ് ചെയ്യുന്ന പോലെ അല്ല ബൈബിളിൻ്റെ പ്രൂഫ് റീഡിങ്. ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം. അതായത് വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ ഈ പേജിൽ എഴുതിയേക്കുന്നത് തന്നെ ആയിരിക്കണം ഇവിടെ എഴുതിയിരിക്കുന്നത്. ബിക്കോസ് ദിസ് ഇസ് ബൈബിൾ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പറഞ്ഞു കേട്ടോ, ക്രിസ്തു നമുക്ക് മാതൃക എന്ന് പറയുന്നതേ അത്ഭുതത്തിനല്ല മാതൃക, അവൻ്റെ ജീവിതമാണ് മാതൃക. അതെങ്ങനെയാ? പകർത്തി എഴുതേണ്ട ഒരു പുസ്തകം പോലെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ പുസ്തകം ഒറിജിനൽ, ഇത് വായിച്ചിട്ട് ഇതിന്റെ കോപ്പി വായിക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും. പ്രിയമുള്ളവരെ, അത് ഈസി അല്ല. ക്രിസ്ത്യ ജീവിതത്തിൽ 50, 60, 70, 40, 30, 20 ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് പറയുമെങ്കിലും ഇതാണോ നമ്മുടെ ജീവിതം എന്ന് നാം തിരിഞ്ഞു നോക്കണം. പകർത്തി എഴുതേണ്ട ഒരു മാതൃക പോലെ ക്രിസ്തുവിന്റെ ജീവിതം എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അതാണോ നാം പകർത്തി എഴുതുന്നത്? എ റൈറ്റിംഗ് ടു ബി കോപ്പീഡ്. ഒരാളൊരു പുസ്തകമോ എഴുത്തോ പകർത്തി എഴുതുമ്പോൾ അത് ഒറിജിനലിനോട് എത്രയും അടുത്തിരിക്കുന്നു എന്നറിയുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും വായിച്ചാൽ ഒരുപോലെ ഇരിക്കും. ക്രിസ്തുവിനെ എന്നെയും കണ്ടാൽ ഒരുപോലെ ആണോ? എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എത്രയോ വ്യത്യാസമല്ലേ? The further we move away from the original, the worse the copy become. അല്ലേ? ഒറിജിനലോട് എത്ര അകന്നിരിക്കുന്നോ അത്രയും വ്യത്യാസം കോപ്പി കാണും. സ്റ്റേ ക്ലോസ് ടു ദ ഒറിജിനൽ. ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്.
സ്റ്റേ ക്ലോസ് ടു ദ ഒറിജിനൽ. ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ കാര്യം ബൈബിളിൻ്റെ തന്നെ ട്രാൻസ്ലേഷൻ എത്രയോ വ്യത്യാസപ്പെടുത്തി എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഏറ്റവും വലിയ പുതിയ ട്രാൻസ്ലേഷനാണ് ജെൻസി ട്രാൻസ്ലേഷൻ. ജെൻസി പുതിയ ജനറേഷൻ്റെ ഭാഷകൾ ഉപയോഗിച്ചുള്ള ട്രാൻസ്ലേഷനാണ്. വേറെ ഒന്നുണ്ട്, ആംപ്ലിഫൈഡ് എന്ന് പറയും. അത് ട്രാൻസ്ലേഷൻ അല്ല. ആംപ്ലിഫൈഡ് ഈസ് നോട്ട് എ ട്രാൻസ്ലേഷൻ. വേറെ അനവധി ട്രാൻസ്ലേഷൻ ഇറങ്ങിയേക്കാം. സ്റ്റേ ക്ലോസ് ടു ദ ഒറിജിനൽ. സ്റ്റേ ക്ലോസ് ടു ദ ഒറിജിനൽ. ഏതാ ഒറിജിനൽ? ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് ഒറിജിനൽ. അവർ സേഫ്റ്റി ഈസ് സ്റ്റേയിങ് ക്ലോസ് ടു ദ ഒറിജിനൽ. നമ്മുടെ ദൃഷ്ടി ക്രിസ്തുവിൽ തന്നെ ആയിരിക്കട്ടെ. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കാൻ. 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവനെ ശ്രദ്ധിച്ചു നോക്കാനാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ എന്താ അറിയാമോ? ടു കോപ്പി, പഠിക്കാനായി. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ അവിടെ നിൽക്കുന്നില്ല, സമയം മുന്നോട്ട് പോകുന്നല്ലോ. 22-ാം വാക്യം, അവൻ പാപം ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മുമ്പിൽ എന്തുകൊണ്ട്? മാതൃക ഉണ്ട്. എന്തോനുള്ള മാതൃക? കോപ്പി ചെയ്യാനുള്ള മാതൃക. ഇനി അവനെക്കുറിച്ച് പറഞ്ഞെന്താ? അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞേ? He suffered not for his sin, but for our sins. അവൻ പങ്കപ്പാടുകളെ ഏറ്റത്, അവൻ കഷ്ടതകൾ സഹിച്ചത് അവൻ്റെ പാപത്തിന് വേണ്ടിയല്ല, എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, എൻ്റെ നികൃഷ്ടമായ പാപത്തിന് വേണ്ടിയാണ്. കർത്തൃതിരുമേശ്വര മുമ്പിൽ മാത്രമല്ല ഈ ചിന്ത നമ്മിൽ ഉണ്ടാകേണ്ടത്. എല്ലായ്പ്പോഴും ഈ ചിന്ത ഉണ്ടാകണം. അവൻ സഹിച്ചത് എനിക്ക് വേണ്ടിയാ, അവൻ സഹിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. 3 കാര്യങ്ങൾ, 3 വചനങ്ങൾ ഇവിടെ പ്രധാനം അർഹിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഹി കമ്മിറ്റഡ് നോ സിൻ, അവൻ പാപം ചെയ്തിട്ടില്ല. 22-ാം വാക്യം, കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 5:21 നമുക്ക് കാണുന്നത് അവൻ പാപം അറിയാത്തവനാണ്. ഹി ന്യൂ നോ സിൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 3:5 പറഞ്ഞിരിക്കുന്നത് ഇൻ ഹിം ദർ ഈസ് നോ സിൻ, അവനിൽ പാപമില്ല. അപ്പൊ അവനിൽ പാപമില്ല, അവൻ പാപം അറിയാത്തവനാണ്, അവൻ പാപം ചെയ്തിട്ടില്ല. പരിശുദ്ധനായവൻ എന്റെ നികൃഷ്ടമായ പാപം അവന്റെ തോളിലേറ്റാണ് എനിക്ക് പകരക്കാരനായി മരിച്ചത്. അവിടെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അവൻ്റെ വായിൽ വഞ്ചന ഒട്ടും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗാഡ്ലസിനെ പോകുന്നതിന് പകരം ഞാൻ പറയുകയാണെങ്കിൽ അവിടം വരെ പോകാമെന്ന് പറഞ്ഞാൽ അത് എന്താ സ്ട്രെയിറ്റ് ആണോ ഉത്തരം? കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരേ ഒരു മനുഷ്യനെ പറ്റി പറയാവുന്ന അവൻ്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു. There is no deceit. He never lied. പോഷ്ക്ക് പറയാത്തെല്ലാം കൈ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എത്ര പേര് കൈ കൊടുക്കും? ആരും കാണുന്നില്ല. ബിക്കോസ് നമ്മളിപ്പോഴും എന്താണ്? ഈ പ്രകൃതത്തിൽ ജീവിക്കുന്നവരാ. But he never lied. അവൻ്റെ വായിൽ വഞ്ചന ഒട്ടുമില്ലായിരുന്നു. Think about that. A person who lived on this planet, who absolutely was honest. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നുണ്ട്, അവൻ എന്നിൽ ഒന്നുമില്ല. നമുക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. Absolutely free from trickery or deceit. He was pure. പരിശുദ്ധനായവൻ. ഹല്ലേലൂയ. മുന്നോട്ട് പോട്ടെ. 23-ാമത്തെ വാക്യം. 23-ാമത്തെ വാക്യം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേക്കും. നമ്മുടെ കർത്താവിൻ്റെ സഫറിങ്സ് അത് അതുല്യമാണ്. ഇറ്റ്സ് യുണീക്ക് ആൻഡ് ഇറ്റ് ഈസ് എക്സംപ്ലറി. നോട്ട് ഓൺലി ദാറ്റ്, ഇറ്റ് വാസ് എക്സ്പീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായച്ചിത്തപരമാണ്. വി കനോട്ട് ഇമിറ്റേറ്റ് ദിസ് സഫറിങ്സ് because these sufferings are for us. പാപത്തിൻ്റെ പ്രായച്ചിത്തമായിട്ടാണ് ആ സഫറിങ്സ്. എന്നാൽ ആ സഫറിങ്ങിനുള്ള മനോഭാവമാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? സഫറിങ്സ് കോപ്പി ചെയ്തെന്ന് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. എന്താ അറിയാമോ? ഈ സമയമാകുമ്പോൾ കുരിശൊക്കെ എടുത്ത്
നടക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ കുരിശെടുത്തണം വന്നു. അപ്പോൾ അവനെ ഇച്ചിരി അറിയാത്ത ഒരാൾ തെള്ളിപ്പോയി. ആ കുരിശവിടെ വെച്ചിട്ട് അവൻ ഇറങ്ങി മറ്റവന് കൊടുക്കുകയാണ്. അപ്പോൾ എന്നെ ഞാൻ തമാശ പറഞ്ഞതല്ല, ഇത് യൂട്യൂബിനകത്തുള്ളതാണ്. ആ പച്ചാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല, ഒരു ബോട്ടിലാണ്. എന്താ പറഞ്ഞതറിയാവോ? ഈ കുരിശെടുപ്പല്ല, ഈ കുരിശെടുപ്പ്. ഹല്ലേലൂയ. ഈ കുരിശെടുപ്പ് എന്ന് പറയുന്നത് എൻ്റെ പാപമാണ് എടുത്തത്, ഒരു തടിക്കഷ്ണമല്ല എടുത്തത്. ഇത് കോപ്പി ചെയ്താൽ ഇന്ന് ഓരോരുത്തർ നടക്കുന്നത് പോലെ കുരിശുമെടുത്ത് നടക്കാം. പക്ഷെ അതല്ല ഇവിടെ കോപ്പി ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ആ സഫറിങ്ങിനോടുള്ള മനോഭാവം. ഹൗ ഹി എൻഡ്യൂർഡ് സഫറിങ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഹി വാസ് പേഷ്യന്റ് അണ്ടർ പ്രൊവോക്കേഷൻ. എന്താണ്? ഹി വാസ് പേഷ്യന്റ് അണ്ടർ പ്രൊവോക്കേഷൻ. അവിടുന്ന് പ്രകോപനത്തിന് മുമ്പിൽ സഹിക്കുന്നവനായിരുന്നു. അവിടുത്തെ എന്തൊക്കെയാ കാര്യം പറഞ്ഞേ? കുറ്റം പറഞ്ഞറിയാമോ? മറിയുടെ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി 13 പറഞ്ഞിട്ടുണ്ട് മറിയുടെ മകൻ. അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. ഇവനൊരു ഭൂതമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂതം. യോഹന്നാൻ 7:20. ഇവൻ യോസഫിൻ്റെ മകനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടും എങ്ങനെ പറയണേ? ഇവൻ യോസഫിൻ്റെ മകനാന്ന് പറഞ്ഞു, ഇവൻ മറിയുടെ മകനാന്ന് പറഞ്ഞു, ഇവനൊരു ഭൂതമുണ്ടെന്ന് പറഞ്ഞു, ഇവൻ ബെൽസെബൂബിനെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു. നീ അത്ഭുതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടെ അല്ല ചെയ്യും, എൻ്റെ പട്ടണത്തിൽ പോയി ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ എവിടെയെങ്കിലും കർത്താവ് പ്രതികരിച്ചോ? ഇതിൻ്റെ ഒരറ്റം കേട്ടാൽ നമ്മൾ പ്രതികരിക്കില്ലേ? ഹി വാസ് പേഷ്യന്റ് അണ്ടർ പ്രൊവോക്കേഷൻ. He did not answer back. When he was reviled, he did not pay back. അവനെ നിന്ദിച്ചപ്പോൾ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞില്ല. അവനെ കുറ്റം ചുമത്തിയപ്പോൾ he did not answer back. When accused, he did not defend himself. He was wondrously free from the lust of self-vindication. സ്വയനീതീകരണം എന്ന ആ മോഹത്തിൽ നിന്ന് അവിടുന്ന് വിമുക്തനായിരുന്നു. നാം ഒരു കാര്യം നമുക്കെതിരെ പറഞ്ഞാൽ അന്ന് നീതീകരിക്കാൻ നമുക്ക് ഉറക്കം വരത്തില്ല. ബട്ട് നമ്മെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ രക്ഷകനെ പിന്തുടരുവാനാണ്. ഒരു പുസ്തകം പോലെ അവൻ്റെ ജീവിതം നമുക്ക് കോപ്പി ചെയ്യാനുള്ളതാണ്. So why? What was his hidden resource? ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ he know ഒരു പിതാവുണ്ട്, അവൻ നീതിയോട് ഉത്തരമിരളുന്നവനാണ്. Do we know that? നമുക്കതറിയാമോ? നീതിമാനും തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനുമായ ഒരു പരിശുദ്ധനായ ദൈവമുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ we also will be free from the lust of self-vindication. നാമും സ്വയനീതീകരണത്തിൽ നിന്ന് വിമുക്തരായിരിക്കും. ആമേൻ. ക്രിസ്തു കഷ്ടതകളുടെ മാതൃക. നമ്മുടെ സഫറിങ്സ്, നമ്മുടെ കർത്താവിൻ്റെ സഫറിങ്സ് അത് അതുല്യമാണ്. വി കനോട്ട് ഇമിറ്റേറ്റ് ഹിസ് സഫറിങ്സ് ഇൻ ദിസ് റെസ്പെക്ട്. പത്രോസ് അതല്ല ഇവിടെ പറയുന്നത്. മാത്രമല്ല തൻ്റെ പാപം കാരണമല്ല താൻ സഹിച്ചത്. ഇറ്റ് വാസ് ഫോർ അവർ സിൻസ് ഹി വാസ് നെയിൽഡ് ടു ദ ക്രോസ്. ഈ വാക്യത്തിൽ നമുക്കുള്ള പ്രബോധനം എന്താണെന്നറിയാമോ? അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ മരിച്ചതുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. എന്നാൽ ഇനി നാം ആ പാപം കാരണം സഫറിങ് ഉണ്ടാകാതിരിക്കാൻ നാം പാപത്തിന് മരിക്കണം. The fact that he died for our sins should cause us to die to our sins. നമ്മുടെ പാപത്തിന് നാം മരിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ആ അടിപ്പിണരാൽ വന്ന സൗഖ്യം പാപരോഗമാണ്. മനുഷ്യൻ്റെ ബാക്കി എല്ലാ രോഗങ്ങളും, അത് ഏത് നിലകളിലുള്ള രോഗമാണെങ്കിലും ഇവിടെ സൗഖ്യം ഉണ്ടായാൽ തന്നെ അത് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അതൊരു ടെമ്പറൽ പ്രൊവിഷനാണ്. പക്ഷേ എന്നേക്കും നമുക്ക് ലഭിച്ച സൗഖ്യം ഏതിൻ്റെ സൗഖ്യമെന്നറിയോ? പാപരോഗത്തിൻ്റെ സൗഖ്യമാണ്. എന്നേക്കുമുള്ള സൗഖ്യം പാപരോഗത്തിൻ്റെ സൗഖ്യമാണ്. അതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിൽ തന്നെ അപ്പോസ്തലനായ പത്രോസ് അത് എഴുതിയിരിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും.
കർത്താവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിൽ നമ്മുടെ ശാരീരിക രോഗത്തിനും സൗഖ്യമുണ്ട്. പക്ഷെ അത് എന്നേക്കുമായി ലഭിക്കുന്നത് ഇപ്പോഴല്ല. വരുവാനുള്ള ലോകത്തിൽ നാം ശരീരത്തിൽ രൂപാന്തരം പ്രാപിക്കുമ്പോൾ നാം ആ രോഗത്തിൽ നിന്നും എന്നേക്കുമായി വിമുക്തരായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് ഉറപ്പോടെ അനുഭവിക്കാൻ കഴിയുന്ന രോഗസൗഖ്യം മനുഷ്യന്റെ ഏക പ്രശ്നമായ പാപത്തിന്റെ പരിഹാരമാണ്. ആമേൻ, 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 ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് ഞാൻ പോകുന്നത്. 25-ാം വാക്യം, നിങ്ങൾ തെറ്റിയുള്ള നാടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും മടങ്ങി വന്നിരിക്കുന്നു. മോനെ ആ സ്ക്രീൻ ഒന്നും ബാക്കിയിട്ടെ. ഐസയാണ്. ആരാ അവിടെ ഇരിക്കുന്നത്? ജോണത്തൻ. കർത്താവിനെ അറിയുന്നതിന് മുമ്പേ, അവിടുന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന് മുമ്പേ നാം ഇടയനില്ലാത്ത ആളുകളെ പോലെയായിരുന്നു, നഷ്ടപ്പെട്ടവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ഈ ലോകത്തിന് അനുരൂപമായവരായിരുന്നു, കോപത്തിൻ്റെ മക്കളായിരുന്നു, അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം എവിടെ വന്നു? തിരിച്ചു വന്നു. എവിടേക്ക് വന്നു? നമ്മുടെ ഇടയനിലേക്ക് വന്നു, നമ്മുടെ ആത്മാവിൻ്റെ ഉടയവനിലേക്ക് വന്നു, നമ്മുടെ അധ്യക്ഷനായവനിലേക്ക് നാം മടങ്ങി വന്നു. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി എന്നാണ് പറഞ്ഞല്ലേ. എന്നാൽ അതുകൊണ്ട് അവിടെ നിന്നോ? അതുകൊണ്ട് നിന്നില്ല. ക്രൂശന്മേൽ കയറുക മാത്രമല്ല, ക്രൂശന്മേൽ മരിക്കുക മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം. So the example of Christ's suffering makes us bold to suffer for his sake. ക്രിസ്തുവിൻ്റെ ഈ സഹനം, ക്രിസ്തുവിൻ്റെ ഈ കഷ്ടത, ആ മാതൃക നാമും ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി സഹിക്കുവാനുള്ള മാതൃകയാണ്. അത് നമ്മെ ബോൾഡാക്കും. And also it makes us encouraged to endure suffering. സഫറിങ് കൂടുതലായി സഹിക്കുവാനുള്ള ഊർജം നമുക്ക് നൽകി തരും. Also it makes us hopeful to become like Christ. ക്രിസ്തുവിനെ പോലെ ആയി മാറുവാൻ ഉള്ള ഊർജം നമുക്ക് ലഭിക്കും. മാത്രമല്ല നമുക്കും ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ള ഒരു ഹോപ്പാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകി തരുന്നത്. എല്ലാവരും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പാപപരിഹാര മരണം അത് അവിടെ സ്റ്റോപ്പായില്ല. കാരണം 24-ാം വാക്യത്തിൽ പത്രോസ് ആ എഴുതി വരുന്ന കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്, നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവിടുന്ന് ക്രൂശന്മേൽ കയറി അവൻ്റെ അടിപ്പിടരാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. But it didn't end there. As we know, കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 15-3-4 വാക്യങ്ങളൊക്കെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ടു. 4-ാം വാക്യം, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നുവെന്ന് ഉയർപ്പിലൂടെ അവിടുന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെയും പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ഒരു നല്ല ഇടയനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്ന ഹോപ്പ് എന്താണ്? നമുക്കും ഒരു ഉയർപ്പുണ്ട്. കൊരിന്ത്യർക്കുള്ള ആ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാം. 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം 4-ാം വാക്യം, ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 14-ാം വാക്യം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് എന്ന് വരികിൽ ദൈവം ഉറപ്പിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കള്ളസാക്ഷികൾ എന്ന് വരും. തുടർന്നുള്ള വാക്യങ്ങൾ 35 വരെയുള്ള വാക്യങ്ങൾ മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ഉയർപ്പുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. നാം ഈ കാലത്തിൽ മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത്, നമുക്കൊരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പിൻ സുദിനത്തിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അന്ന് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ
എല്ലാ നിലകളിലുമുള്ള സൗഖ്യം നമുക്ക് ലഭിക്കും. പ്രത്യാശയോടൊരു ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം തുടർന്ന് ഇംഗ്ലീഷ് ആരാധനയിലേക്ക് നാം കടക്കുകയാണ്. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ഗാനം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലു വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്റെ യേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ല നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. മന്നീലല്ല നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി വിണ്ണിൽ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ കാത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് നാം ജീവിക്കുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, we praise you, Lord. We serve a living God. We don't serve a dead God. Our Savior, He